നാട്ടിലെ ഒരാളെയും പരസ്ത്രീ ബന്ധത്തിന് സമ്മതിക്കാത്ത ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കെ മുരളീധരൻ എന്നാണ്. അദ്ദേഹം നേരത്തെ രാഹുൽ മാങ്കൂട്ട വിഷയം വന്നപ്പോൾ ഇതുപോലെ ആഞ്ഞടിച്ചു. ഏത് ജനപ്രതിനിധി പരസ്ത്രീ ബന്ധത്തിന് പോയാലും അദ്ദേഹം ആഞ്ഞടിക്കും. സ്വന്തം പാർട്ടിക്കാരോടും ഉണ്ട്, അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് അങ്ങനെയുള്ളത്. ഇപ്പൊ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഭാര്യയോട് മാപ്പ് പറഞ്ഞാൽ തീരുമോ പ്രശ്നം, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പൊ ഗണേഷ് കുമാർ രാവിലെ മന്ത്രിസഭാ യോഗം കൂടുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി. ഭാര്യയ്ക്ക് പരാതിയില്ല. ഭാര്യ പറയുന്നത് അദ്ദേഹം പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ല, അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞാൽ മതി, പൊതുസമൂഹത്തിനോട് അദ്ദേഹം മാപ്പ് പറയേണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം രാജിവെക്കേണ്ടതില്ല, എനിക്ക് അദ്ദേഹത്തോട് അത്രയധികം ഇഷ്ടമാണ്, അത് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇവിടെ തീർന്നു, ഇനി ഇതിനെക്കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടണ്ട. ഇത് ഭാര്യ ആരെങ്കിലും വിരട്ടിയതാണോ, ഭയപ്പെടുത്തിയതാണോ, അതോ ഗണേശനോടുള്ള അമിതമായ ഇഷ്ടം ഇങ്ങനെ തികട്ടി വന്നപ്പോൾ ഇത് മതി ഇനി നിർത്താം എന്ന് തോന്നിയതാണോ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഗണേഷിന്റെ പുതിയ തന്ത്രമാണോ? ഗണേഷ് ഒരു വളരെ അതീവ ബുദ്ധിമാനായ ഒരു മന്ത്രി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ അതിനെ എങ്ങനെ ഒതുക്കണം എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എന്ത് തോന്നുന്നു സാറിന്? അതിന് ധന്യ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആർക്കും അവിഹിതം നടത്താൻ അനുവദിക്കാത്ത ഒരു കെ മുരളീധരൻ. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ ഇപ്പം ഇവരൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിലേക്ക് വരും. നമ്മൾ പറഞ്ഞല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് അദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ KPCC ഓഫീസിന് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. KPCC ഓഫീസിൽ ചില പ്രത്യേക ആൾക്കാർ, അത് പുരുഷന്മാരല്ല സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു കാവലും അകത്തുനിന്ന് ലോക്കും ഉണ്ടാകും. ഒരു പ്രാവശ്യം പൈപ്പിൽ വെള്ളമില്ലാത്തതിന് അവിടുത്തെ പിയൂണിനെ ശാസിക്കുന്നത് ഞാൻ കണ്ടാണ്. ഒരു സ്ത്രീ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ വരുന്നത്. അപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ് വെളിയിലോട്ട് പോയപ്പോൾ പൈപ്പിൽ വെള്ളമില്ലാത്തതിന് പിയൂണിനെ അടിക്കേണ്ട കാര്യം, അപ്പം ആ കാര്യം എത്തരത്തിലായിരിക്കും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ അതേ രീതിയിൽ ഈ കാര്യങ്ങൾ എത്രയും വ്യക്തത വരുത്തി വിശാലമാക്കി ആൾക്കാർക്ക് ബോധ്യം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആൾക്കാർ കേട്ടിരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹം ഇപ്പോൾ MP ആണ്, രണ്ടുപേരും കോൺഗ്രസിലുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പഴയ ഒരു ചരിത്രമുണ്ട്. ഇദ്ദേഹം ഈ പെണ്ണുങ്ങളുടെ കൂട്ടി ഇത്രയും വിരളല്ല, അത് MLA ആയിട്ട് ഇത്രയും ഇതൊക്കെ വിരലിന് നമ്മൾ പെൺകുട്ടികൾ നഖം വളർത്തുന്ന കണ്ടിട്ടില്ല, ഇതിനായിട്ട് പേരുമൊക്കെ പറയും, ഫിംഗറോ ഈ ഫിംഗർ, അതിനൊരു പേരൊക്കെ പറയും, ഫാഷനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും പണി രണ്ട് കയ്യിലും നഖമൊക്കെ വളർത്തി കൂട്ടക്സ് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ ഈ കോൺഗ്രസിൻ്റെ സേവാളിൻ്റെ ചെയർമാൻ ആക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പം ആ കോൺഗ്രസിൻ്റെ സേവാളിൻ്റെ ചെയർമാൻ ആയതിനു ശേഷം, ഞാൻ പറഞ്ഞില്ല, മുൻ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, IAS-കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഈ IAS-കാരൻ കേന്ദ്രമന്ത്രിയുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണക്കാരി ഈ ഭാര്യയാണെന്ന് പറയുന്നത്. കാരണം ഈ ഭാര്യ ഈ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ മിക്കവാറും IAS ഉദ്യോഗസ്ഥന്മാരുടെ ഇവർ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ IAS ഉദ്യോഗസ്ഥന്മാരെ വിടാൻ സ്വന്തം ഭാര്യമാർക്ക് ഭയമായിരുന്നു. അപ്പോൾ ഇവരെയും കൂട്ടി ഈ പറയുന്ന, അതായത് പണ്ട് ഇയാളെ വിളിക്കുന്ന കിങ്ങിണിക്കുട്ടൻ, കിങ്ങിണിക്കുട്ടനും ഒരു മന്ദബുദ്ധിയുമായിട്ടുള്ള അതേ രീതിയിൽ, ഒരിക്കലും കരുണാകരൻ്റെ മോൻ ഈ മന്ദബുദ്ധി ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിലാവത്തില്ല എന്ന് വിചാരിച്ചു നിർത്ത്, ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ വിചാരിച്ചു നിർത്ത് ഈ പെണ്ണും പിള്ളയുടെ കൂടെ ഒരു ഗൾഫ് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പം ഓക്കെ ആയി. അതായത് ഈ മുരളീധരൻ എന്ന് പറയുന്ന ആൾ ഇപ്പം കാണുന്ന അതികായകനായതിൻ്റെ പിറകിൽ, ധന്യ ഇന്നലെ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെയും പിറകിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന്. അപ്പം അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് മുരളി ആവശ്യമില്ലാതെ പടർന്നു കയറരുത്. ആരെങ്കിലുമൊക്കെ അറിയാവുന്ന ഒരു കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പല സിനിമാ നടികളുടെയും ഒക്കെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം പടർന്നു കയറേണ്ട, പെല്ലെ ഒരു പരുവത്തിന് എല്ലാവരുടെയും കൂടെ താട പഠിച്ചങ്ങ് പോയാൽ മതി. ഇനിയും ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾ മന്ത്രിയാകുമ്പോഴും MLA ആകുമ്പോഴുന്നതിന് മുമ്പൊരു ചരിത്രമുണ്ട്. ഗണേശ് എന്ന് പറയുന്ന ആൾ നിസ്സാരക്കാരനല്ല. ഇന്നലെ അഹമ്മദ് മാഷ് പറയുന്ന പോലെ ആവശ്യം പോലെ പണം, അതിനപ്പുറം അധികാരം, അതുപോലെ തന്നെ വലിയ കുടുംബം, ആരെയും ഭയപ്പെടേണ്ടാത്ത രീതിയിൽ ജീവിച്ചു വന്ന മാനസികാവസ്ഥയുള്ളൂ. ഗണേശിൻ്റെ പണ്ടത്തെ ജോലി ഞാൻ അറിഞ്ഞത് ശരിയാങ്കിൽ എന്താണെന്നറിയാം, ഈ ബാങ്കുകളുടെ കടം എഴുത്തള്, നമുക്കറിയാം, ബാങ്കുകളുടെ കടം എഴുത്തള്, കിട്ടാക്കടം എഴുത്തള്. ഇപ്പം ഈ നമ്മുടെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ലോൺ എടുത്തു, അടയ്ക്കുന്നില്ല, എങ്ങനെ നോക്കണൊക്കെ എൻ്റെ കടം അടയ്ക്കാൻ ബാങ്കിന് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്ക് കടം നമ്മുടെ അവിടെ നിൽക്കുമ്പോൾ എഴുത്തള്ളൂ എന്ന് പറയും. അതായത് ആസ്തിയിൽ നിന്ന് മാറ്റി അത്
കണക്കി വെക്കും. എന്നിട്ട് ഇതിന്റെ ബാങ്കുകൾ, നാഷണൽ ബാങ്ക് ഉൾപ്പെടെയുള്ള എന്ന് പറഞ്ഞാൽ ഇത് കൊട്ടേഷൻ കൊടുക്കും. ഇപ്പം 100 കോടി രൂപ ആ ബാങ്കിന് കിട്ടാനുണ്ട്. ഇപ്പം ധന്യ ഞാനും പോവാ ഇത് കൊട്ടേഷൻ എടുക്കാൻ വേണ്ടി, ഈ ബാങ്കിന് ഈ പൈസ പിരിച്ചു കൊടുക്കുന്ന കൊട്ടേഷൻ. ഇപ്പം നാടൻ ഭാഷ പറഞ്ഞാൽ ഗുണ്ട, നാടൻ ഭാഷ പറഞ്ഞാൽ പൈസ ഒക്കെ പിരിച്ചു ഗുണ്ട. അപ്പോൾ നമ്മൾ പറയും 80 കോടി ബാങ്കിന് 80 കോടി കൊടുക്കും, 100 കോടി നമ്മൾ പിരിച്ചെടുക്കും. അല്ലെങ്കിൽ 70 കോടി ബാങ്കിന് കൊടുക്കും, 100 കോടി നമ്മൾ. ഈ കോൺട്രാക്ട് കൊട്ടേഷൻ എടുക്കുന്ന ആളായിരുന്നു ഗണേശ് മന്ത്രിയാവുന്നത്, MLA ആവുന്നതിന് മുമ്പ്. അപ്പം ഞാൻ പറഞ്ഞത് ഗണേശ് അപ്പം എത്ര വലിയ മാഫിയ ബന്ധവും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആളാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. പാലക്കാട്ടുകാരി ഭാര്യ വന്ന് അവിടെ എത്തി നോക്കിയപ്പം അതിനകത്ത് ഈ പറയുന്ന കാർണവർ വധക്കേസിലെ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ക്രിമിനലിനെയാണ് കണ്ടത്. അന്നേരം അവർ ഭാര്യ എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ അവിടുന്ന് പോയി കേസ് കൊടുത്തു. എന്തുവായാലും ഗണേശിനെ തീർക്കാനുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് അവർ ഇന്നലെ പരസ്യമായിട്ട് ആരുടെയൊക്കെയോ അവർ വിളിച്ചു കാണുമല്ലോ. അവർ പിണറായി വിജയന്റെ മകളെ വിളിച്ചു, അതിനുശേഷം ശ്രീലേഖയെ വിളിച്ചു. അല്ല, അവർക്കറിയാവുന്ന ഈ മന്ത്രിയുടെ ഭാര്യ ആയതുകൊണ്ട് അവർക്ക് അവരുടെ ബന്ധം എത്ര വലിപ്പത്തിലുള്ളത് ആയിരിക്കുമെന്നറിയാം. അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും വിളിച്ചത്. സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളെ വിളിച്ചു. അപ്പം പിണറായി വിജയനെ നേരിട്ട് വിളിക്കാനൊന്നും ആ ധൈര്യം കാണത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള ഈ കാര്യം പറയാനുള്ള ധൈര്യം കാണത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു, ഒരു പെണ്ണെന്നുള്ള രീതിയിൽ തന്നെയാരും ചെയ്യുന്നതായിരിക്കും. മകളെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ ശ്രീലേഖ വിളിച്ചിട്ട് നാത്തൂൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഈ രീതിയിൽ പറഞ്ഞ് എന്നാ ഗണേശിനെ കാണിച്ചു കൊടുക്കാൻ, തീർക്കാം, എനിക്കിവനെ വേണ്ട എന്നുള്ള മാനസികാവസ്ഥ തന്നെ. അതിനുശേഷം ഈ ഭാര്യ ഈ രീതിയിലേക്ക് തിരിച്ചു വരണമെങ്കിലും, ഈ പറയുന്ന മന്ത്രി മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയായിട്ട് വരണമെങ്കിലും, അതിൻ്റെ പിറകിൽ പിന്നെ നടന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകുന്ന ഒരവസ്ഥയും, നാളെ കാലത്ത് ഇതുമൂലം LDF വരാൻ പോകുന്ന ഒരു അപകടവും, അതുപോലെ തന്നെ ഗണേഷ് കുമാറിന് നാളെ മത്സരിക്കുമ്പോൾ പറ്റുന്ന ഒരു അപകടത്തിൻ്റെയും ഒക്കെ കാരണക്കാരി നീ ആയാൽ നീ പിന്നെ ഏത് രീതിയിൽ ചിന്തിച്ചോളാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇടപെടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. പണ്ട് വാളകത്ത് മലദ്വാരത്തിൽ കമ്പി കയറ്റിയ ഒരു കേസറിയാം. വാളകത്തിൽ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ഭർത്താവിന് കൊട്ടാരക്കര R. ബാലകൃഷ്ണനുള്ള സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹെഡ് മിസ്ട്രസിൻ്റെ ഭർത്താവിന് രാത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ, അത് R. ബാലകൃഷ്ണൻ്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന, അതൊക്കെ കാര്യസ്ഥനായിട്ട് നിന്നിരുന്ന, അല്ലെങ്കിൽ അവരുടെ വീട്ടുവേലക്കാരായിട്ട് നിന്നിരുന്ന ഒരു ആള് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് ഇരിക്കുന്നതിന് ബാലകൃഷ്ണപിള്ളയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർ കോടതിയിൽ പോയി, അവർക്ക് സീനിയോറിറ്റി ഉണ്ടായിട്ടും കൊടുത്തില്ല, വേറെ ആൾക്ക് ഇഷ്ടമുള്ള ആൾ കൊടുത്തു. സീനിയോറിറ്റി ഉള്ള ആള് അത് ഇപ്പോൾ കോടതി പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞ് കയറിയിരുന്നതിന് കൊടുത്ത ശിക്ഷയാണ്. അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആരാന്നുള്ള കാര്യം. അപ്പം എന്തും ചെയ്യാൻ മടിയില്ലാത്ത അത്തരത്തിൽ ആ മാനസികാവസ്ഥ ഉള്ള ഒരു ബാലകൃഷ്ണപിള്ളയും അദ്ദേഹത്തിൻ്റെ മകനുമാണ്. മനസ്സിലായോ? തന്തേ മകനും തമ്മിലുള്ള ഫൈറ്റ് അറിയാമല്ലോ. മത്സരബുദ്ധി വന്നാൽ അച്ഛനെന്നോ മകനെന്നോ കൂടപ്പിറപ്പെന്നോ ആരുമില്ലാതെ മത്സരബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാനസികാവസ്ഥയുള്ള ഒരു മന്ത്രിയും അത്തരത്തിലുള്ള ഒരു കുടുംബമൊക്കെ. ബാലകൃഷ്ണപിള്ളയുടെ മോനെയും കൂടെ ഗണേശനെയും കൂടെ നോക്കിയാൽ, ഇപ്പം ധന്യക്കല്ലേ, എനിക്കൊരു തർക്കമില്ല, ബാലകൃഷ്ണപിള്ളയുടെ മോനാണ്. ബാലകൃഷ്ണപിള്ളയുടെ മുഖം ഇയാളുടെ തലയിലോട്ട് തല വെട്ടി ഇയാളുടെ തലയിൽ വെച്ചേക്കുന്നല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെതല്ല, ഞാൻ പറയാതിരിക്കുന്നത് എങ്ങനെയാ, ഇവൻ എൻ്റെ മോനല്ലെന്ന് അയാൾ പറഞ്ഞു, ഒരു പരസ്യമായിട്ടിരുന്നിട്ട്, മനസ്സിലാവുന്നു, ആ ചാനലിനകത്തിരുന്ന്. എന്നിട്ട് അയാൾ പറഞ്ഞു ഈ മകനെതിരെ തന്റെ ഒന്നും ഒരിക്കലും എത്ര അതൃപ്തി ഉണ്ടെങ്കിലും പറഞ്ഞില്ല, ഇവനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിട്ടേ ഞാൻ അടുക്കത്തോളം രീതിയിൽ ഭയങ്കര ഫൈറ്റായിരുന്നു. പിന്നെ ആ മത്സരബുദ്ധി അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, ഈ മകനാണെങ്കിൽ പോലും ഇയാൾ വീട്ടിലിരിക്കുമ്പോൾ കൊടിവെച്ച കാറയിലും അല്ലെ ചുവന്ന ലൈറ്റിൽ നിന്ന് കറങ്ങുന്ന കാറയിലും വരുന്നത് ഇയാൾക്ക് സഹിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്, അത് മകനാണല്ലേ, പെരുന്തച്ഛൻ സ്വഭാവം. പിന്നെ ഇയാൾക്ക് ഒതുക്കിയെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഈ നമ്മുടെ ഭൂരിപക്ഷ കമ്മീഷന്റെ ഒരു ചെയർപേഴ്സൺ കൊടുത്തിട്ട് സ്വന്തം കാർ മേടിച്ച് പുള്ളി പറഞ്ഞു, എനിക്ക് ശമ്പളവും വേണ്ട കാറും വേണ്ട, ഞാൻ കാർ മേടിച്ചിടും, എനിക്ക് ക്യാബിനറ്റ് റാങ്ക് കാരണം ഞാൻ ലൈറ്റും വെച്ചോണ്ട് ബോർഡും വെച്ചോണ്ട് വട്ടം നടക്കും, അങ്ങനെ ഒതുക്കി. അപ്പം ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞതും അറിഞ്ഞതും ശരിയാണെങ്കിൽ ഈ കണ്ട സ്ത്രീയെ ഒരുപക്ഷെ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇത്തരത്തിൽ അവരുടെ സ്റ്റാൻഡേർഡും ഗണേശന്റെ സ്റ്റാൻഡേർഡും വെച്ച് നോക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ത്രീയെയും കാണാൻ പറ്റത്തില്ല. അപ്പൊ അത്തരത്തിലൊരു ക്രിമിനലിനെ കണ്ടു കഴിഞ്ഞു, ആ വികാരത്തിൽ അവർ ഇടപെട്ടതിന് ശേഷം കോംപ്രമൈസ് ആവാനെങ്കിൽ അന്നേരം അവിടെ വെച്ച് ആരും അറിയാതെ, മാന്യമായ കുടുംബമാണെങ്കിൽ അവിടെ വെച്ച് ആരും അറിയാതെ, പിന്നെ ആ വീടിനകത്തല്ലേ പ്രശ്നം ഉണ്ടാകും. ഇത്രയും പരസ്യമായിട്ട് ഇത് ഒതുക്കി തീർക്കണമെങ്കിൽ ഇതിനകത്ത് ഈ രീതിയിലേക്കുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പിറകിൽ ഒരു വല്ലാത്ത ഇടപെടലുണ്ട്. ഒരു പക്ഷേ ഗണേശന് വരുന്ന നഷ്ടം തിരിച്ച് ഗണേശ ആ നഷ്ടം നികത്താൻ പോകുന്നത് തിരിച്ചടിയിലൂടെ ആയിരിക്കും. ആ തിരിച്ചടി ഒരിക്കലും
ആർക്കും താങ്ങാൻ ഒക്കുന്ന ഒരവസ്ഥയിലല്ല. കാരണം ഗണേശനെ ഇതിനകത്ത് പണിഞ്ഞാൽ കിട്ടുന്നത് പിണറായി വിജയനൊക്കെ ഉൾപ്പെടെയുള്ള LDF ഗവൺമെന്റിനേക്കും ആ രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നും ആനുകൂല്യം ഉണ്ടാകത്തില്ല. എല്ലാവർക്കും ഇതിപ്പോൾ തീരണമെന്നുള്ള ആഗ്രഹമാണല്ലോ, കുഴപ്പമില്ലാതെ. പിന്നെ അപ്പുറത്ത് മറിച്ചിരിക്കുന്ന പ്രതിപക്ഷവും അല്ലെങ്കിൽ BJP മറ്റവരൊക്കെ ആ സമയമാകുമ്പോൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഇതിനകത്ത് ഇടപെടുകയും ഓക്കെ പറയുകയും ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാവരും കൈവിടും. ഇവരെല്ലാം കൂടെ മാനസികമായിട്ട് ഒത്തീർപ്പിലേക്ക് എത്തും. അവസാനം ഈ ഭാര്യ എന്ന് പറയുന്ന ആളിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നെ മാത്രമല്ല, ഇവർക്കറിയാമല്ലോ ഗണേശൻ ആരാന്ന്, ഗണേശന് എത്ര അവിഹിതമുണ്ടെന്നും ഗണേശൻ എന്തെല്ലാം ബന്ധമുണ്ടെന്നും. ഗണേശൻ ചെയ്യുമെന്ന് ഇപ്പൊ കണ്ട ക്രിമിനലിനെക്കാട്ടി വലിയ ക്രിമിനലായിരുന്നല്ലോ നേരത്തെയുള്ള സരിത എന്ന് പറഞ്ഞു. അവർ പരസ്യമായിട്ട് ഗണേശന്റെ അല്ലെങ്കിൽ രക്തബന്ധം എനിക്കുണ്ടെന്ന് പറയുകയും, അല്ലെങ്കിൽ അവര് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാമാന്യനെ പോലും മോശമാക്കാൻ ശ്രമിച്ചപ്പോൾ ഗണേശനെ സംരക്ഷിച്ചതും പിന്നെ ധാരാളം കഥകളും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഗണേശന്റെ ജീവിതത്തിലേക്ക് വന്നത് ഗണേശൻ മന്ത്രി ആയതുകൊണ്ടും ഗണേശൻ MLA ആയതുകൊണ്ടും ഗണേശൻ വലിയ കുടുംബക്കാരനായതുകൊണ്ടും അല്ലെങ്കിൽ ആ സംവിധാനം ഉള്ളതുകൊണ്ടും അറിയാതെ വന്ന് വെട്ടുപോയതൊന്നുമല്ല. വന്നതിന് ശേഷം ഗണേശന്റെ സ്വഭാവം പഠിച്ചതുമല്ല. ഈ കാണുന്നതൊക്കെ എപ്പോഴും പ്രതീക്ഷിച്ച് ഓരോ രാത്രി കിടക്കുമ്പോഴും അല്ലെങ്കിൽ രാവിലെ ഇത് കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ത്രീ. അപ്പം അത് അവർക്കൊരു അത്ഭുതമൊന്നുമല്ല. അവരിന്നലെ ഗണേശന്റെ പുറകിൽ നിന്ന് ഈ പരസ്യമായിട്ട് ഇത്രയും ചെയ്തതിന്റെ പുറകിലും ആരോ ഉണ്ടെന്ന് വേണം ധരിക്കാൻ. അല്ലാതെ പെട്ടെന്നൊരു ഷോക്കല്ല. കാരണം ഗണേശൻ എന്താണെന്ന് അറിഞ്ഞു വന്ന ആളാണ്. ഗണേശനിൽ നിന്ന് ഇതിലപ്പുറമൊന്നും, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാകാം, അതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പം ഇത് ഒത്തീർപ്പായതിൻ്റെ പിറകിൽ ഒരു വല്ലാത്ത നീക്കമുണ്ട്, വല്ലാത്തൊരു ഇടപെടലുണ്ട്. അത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു വൻ ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു വിരട്ടി തന്നെ ഒതുക്കി എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.